ാണ് 59 7 മണിയായി കറക്റ്റ് 7 മണി. അപ്പൊ ലൈവിലുള്ള ആൾക്കാരൊക്കെ ആദ്യം തന്നെ സൗണ്ട് ക്ലിയർ ആണോ പിന്നെ വീഡിയോ ക്ലാരിറ്റി ഉണ്ടോ എന്നൊക്കെ ഒന്ന് പെട്ടെന്ന് പറയും കമന്റിൽ. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എല്ലാവരും റെഡി ആയി നിൽക്കുന്നുണ്ട്. എല്ലാവരും നമ്മളെ FGen ഡിജിറ്റലിൻ്റെ ടീംസൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ ടീമൊക്കെ ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലൈവ് ഉണ്ട്, പിന്നെ ഇവിടെ എക്സ്ട്രാ 2 വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് നമുക്ക് ബാങ്ക് ടൈമില്ലേ, നമുക്കിത് വേഗം അവസാനിപ്പിക്കാം. എന്നിട്ട് നിസ്കരിക്കാം അല്ലേ? കാരണം നമ്മൾ 7 മണി പറഞ്ഞത് ലൈവ് ആവുകയും ചെയ്തു. പെട്ടെന്ന് അവസാനിപ്പിക്കാം. നമ്മൾ ഏതായാലും തുടങ്ങാം. നമുക്ക് സൗണ്ട് ക്ലിയർ ഉണ്ടോ? എല്ലാവരും ലൈവിൽ ഇല്ല ആൾക്കാരൊക്കെ ഒന്ന് സൗണ്ട് ക്ലിയർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇതിൻ്റെ അടിയിൽ അർജൻറ്റിലുള്ളവർക്കൊക്കെ നിസ്കരിച്ച് വരാട്ടോ. ഒരു 10-15 മിനിറ്റ് നിങ്ങൾക്ക് ഇവരോട് സംസാരിക്കാണ്ട്. ആ ലൈവ് തുടങ്ങി. ഇജുള്ളിലാ? അല്ല ഇങ്ങോട്ട് വന്നോ, കുഴപ്പമില്ല വന്നോ. ജക്കി അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. ജക്കി ഇങ്ങോട്ട് വാ. ജക്കി ഗിവ് അവേ ലൈവിലേ എടുക്കാൻ വേണ്ടി റെഡി ആയി വന്നതാണ്. സൗണ്ട് ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളെ മുതൽ ഇവിടെ റെഡിയായി വെച്ചിട്ടുണ്ട്. ആരാണ് ഇതിൻ്റെ പിന്നെ വിജയി നമുക്ക് നോക്കാം അല്ലേ അഫിയെ? ആർക്ക് ലഭിക്കൂ? ആര് സ്വന്താക്കുമെന്ന് നോക്കാം. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഞങ്ങളൊക്കെ സെറ്റായി നിൽക്കാണ്. അപ്പൊ നമ്മളെ വണ്ടി ഇവിടെ റെഡിയാണ്. ഇതാർക്ക് കിട്ടിയാലും ഇനി വണ്ടിയാണ് നിങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും ഒരു മുതൽ വണ്ടി കേട്ടോ. ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എല്ലാ സർവീസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം റെഡി ആക്കി വെച്ചതാണ് അല്ലേ അഫിയെ? ചാവി സെക്കൻഡ് ചാവി വരെ റെഡിയാണ് അല്ലേ? അപ്പൊ കിട്ടുന്ന ആൾക്ക് റെഡി ടു ഗോ അല്ലേ? ഇനി അഥവാ അവർക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മള് പൈസ കൊടുക്കാൻ റെഡിയാണ്. നമ്മളെ FGen ഡിജിറ്റലിന്റെ ഓണർമാരോടെ ഉണ്ട്. ഇതാ ഫാസിൽ ബ്രോ. പേര് പറഞ്ഞോടിക്ക്. ഫറാൻ. ഇയാൾ പേര് പറഞ്ഞോടിക്ക്. ആർക്കും അറിയില്ല. അതെ അതെ. കൊടുക്കൂല. ജക്കി പറഞ്ഞ പോയിന്റ് ആണത്. അത് നിങ്ങളോട് വെച്ച് പ്രത്യേകം പറയാനുണ്ട്. ജക്കി പറഞ്ഞ നിങ്ങൾ കേട്ടോ. അതായത് നമ്മളെ വീട്ടിൽ നിന്ന് ഇവരെന്നെ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പറഞ്ഞൊക്കെ തരൂല. അതേപോലെ സഫാരി കാർസിന്റെ ഔദ്യോഗികമായിട്ടുള്ള മെമ്പേഴ്സ് നമ്മളെന്തായാലും 10-40 ആൾക്കാരില്ലേ? ഈ 40 ആൾക്കാർ എല്ലാരും പങ്കെടുത്തിക്കണ്. പക്ഷെ ഓൾക്ക് അടിച്ചാലും ഇത് കൊടുക്കൂല. അതേപോലെ നിങ്ങൾക്ക് തരൂല. FGen ഡിജിറ്റലിന്റെ ഓണർമാർക്ക് തരൂല. അതേപോലെ തന്നെ നമ്മളെ നിങ്ങളെ സ്റ്റാഫിനും ഇല്ല. അതേപോലെ എന്റെ കൂട്ടത്തിൽ എന്റെ ഇന്റിമേറ്റ് സുഹൃത്തുക്കളുണ്ട്. ഓൾക്കും കൊടുക്കൂല. പക്ഷെ കരുവാരകുണ്ടെന്നും പുന്നക്കാട്ടുനിന്നും നമ്മളെ നാട്ടിൽ നിന്നും അയലോക്കത്തുനിന്നും കുടുംബക്കാരൊക്കെ പങ്കെടുത്തിക്കണ്. ഓൽക്കൊക്കെ കിട്ടിയാൽ കൊടുക്കും. നമ്മളെ ഇതില് ഫുൾ ടൈം നമ്മളിപ്പം മിങ്കിളായി നിൽക്കണവർക്ക് കിട്ടിയാൽ നമ്മൾ ഗിവ് അവേ നിങ്ങൾക്ക് തരൂല. കാരണം അത് നിങ്ങൾക്ക് നമ്മളൊരു ഉറപ്പാണ് അല്ലേ? അത് ഇനി വേറെയുള്ളവർക്ക് സംശയം ഉണ്ടാക്കണ്ട. അപ്പൊ അത്രയും ക്ലിയർ ആയിട്ട് തന്നെ നമ്മളിത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഏകദേശം 3200 ആൾക്കാർ ഇപ്പൊ ലൈവിലുണ്ട്. സൗണ്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ലൈവാണ് ഇപ്പൊ. വീഡിയോ അല്ലേ, ലൈവാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോ നമ്മളെ FGen ഡിജിറ്റലിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ടാണ് നമ്മളിത് സമ്മാനം കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാം. എന്നാ വരും നമുക്ക് ഉള്ളിലേക്ക് ഇരുന്നാലോ അല്ലേ? ഒന്നും പാടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ഉണ്ടാവും. സൽമാനോ ഈ ഒരു കാര്യം ചെയ്യേ, ഈ പിടിച്ചോ ലൈവ് വീഡിയോ. അപ്പൊ നമ്മളെ വണ്ടി ഇവിടെ റെഡി ആക്കി വെച്ചിട്ട് വരും. അപ്പൊ ഇതാർക്ക് കിട്ടും എന്നൊന്ന് നോക്കാം. എന്നല്ലേ ലൈവില് വരും. സംഭവം കുറച്ച് സമയം എടുത്താലും നിങ്ങൾ ക്ഷമിക്കും കേട്ടോ അല്ലേ? ഇത് നമുക്ക് വൃത്തി കഴിഞ്ഞാൽ അതായത് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഓവർ ടെൻഷനാണ് അല്ലേ? ഇയാളിപ്പോ പറഞ്ഞിട്ടുള്ള എന്നോട് ഒരു 10-15 ഡെലിവറി ഒറ്റ ദിവസം കൊടുക്കാനുണ്ടെങ്കിൽ ചിരിച്ച് ആടിപ്പണിയാക്കില്ല. ഇപ്പൊ ഗിവവേ എന്ന് പറഞ്ഞപ്പോ നമ്മള് 5 മണിക്ക് 5 മണി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും. കാരണം എന്താ വെച്ചാലേ ഇത്ര 5 ലക്ഷം 6 ലക്ഷം ആൾക്കാർ ഇതിൽ കമന്റ് ചെയ്തിരിക്കണം. ഒരു എന്റെ അഭിപ്രായത്തിൽ അപ്പൊ ഇരുന്ന് കണക്കൂട്ടിയപ്പോ 1 കോടിയിലേറെ ആൾക്കാർ ഈ സംഭവം കണ്ടുണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു സംഭവം വൃത്തിക്ക് കൈകാര്യം ചെയ്യണം. നമ്മളെങ്ങാനും എടുക്കുമ്പോൾ കമന്റ് പിക്കർ ലാഗാവരുത്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇദ്ദേഹത്തിന് കൊടുത്തിക്കണ്. അതേപോലെ വേറൊരു കമന്റ് പിക്കർ റെഡിയാക്കി വെച്ചിരിക്കണ് അല്ലേ? 3-4 ഫോണ്, ടാബ്, കമ്പ്യൂട്ടർ എല്ലാവരും സെറ്റാക്കി വെച്ചിരുന്നു. കാരണം നമുക്ക് അത്രയും വൃത്തിക്ക് കൈകാര്യം ചെയ്യല് നിർബന്ധമാണ്. അപ്പൊ ഇത്രയും ആൾക്കാർ പങ്കെടുത്തു. ഇതിന് ആരും മിസ്സാകാൻ പറ്റൂല. 3 വീഡിയോ ഉണ്ട് ടോട്ടല്. ഈ 3 വീഡിയോന്റെ കമന്റ് ബോക്സിൽ നിന്നും ഓരോ ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യും. ഈ 3 ആളെ എടുത്തു. അനൂസയുടെ ഈ 3 ആളെ നമ്മൾ ഇതാ അനൂസ് പേപ്പറും ഇങ്ങോട്ട് അനൂസ് പേപ്പറും പെട്ടി കത്രികയും പെന്നൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ? ബ്ലാക്ക് പേപ്പർ ആണെങ്കിൽ ഇതിലൊന്നും ഒന്നുമില്ല കേട്ടോ.
ഇതിൽ 3 ആളെ പേര് നമ്മൾ എഴുതി ഈ ബോക്സിലിട്ട് ഇതിൽ നിന്ന് ഒരാൾക്കാണ് ബെൻസ് ഇതെടുക്കും ഇതൊക്കെ ഓക്കെ, അതിന് കുഴപ്പമില്ല. അപ്പോൾ ആ കിട്ടുന്ന ആൾക്ക് ഇനി ബെൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്യാഷ് തരും അല്ലേ? അതെ, ക്യാഷ് വേണ്ടാന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു അഭിപ്രായം വരില്ല കേട്ടോ. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും വണ്ടി വേണമെങ്കിൽ അതൊക്കെ നിങ്ങളെ ഇഷ്ടം അല്ലേ? ക്യാഷ് തരാറിഞ്ഞാൽ പിന്നെ ക്യാഷ് കിട്ടിയ പോലെ തന്നെ. അപ്പോൾ ഈ രണ്ടിലൊരു സംഭവം നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് വാങ്ങാൻ പറ്റും. ഇത് പറയാനും കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? അതായത് ഇത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് മാത്രമേ നമുക്ക് ഇത്ര ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ചെറിയൊരു സംഭവമല്ല. നോക്കും, അതെ, എല്ലാതും നോക്കിയിട്ട് 3 ഓരോരുത്തർ നമ്മൾ എടുക്കും. അതായത് ഇത് ഇൻസ്റ്റാഗ്രാമിൽ നല്ലപോലെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഫേസ്ബുക്കിൽ എന്തുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരുപാട് കമന്റ് പിക്കർ അവൈലബിൾ ആണ്. പക്ഷെ അതൊക്കെ ഫേസ്ബുക്കിന് ഭയങ്കര കോംപ്ലിക്കേഷൻസ് കൊടുക്കുന്നു. ലോഡ് ആവുന്നില്ല, അല്ലെ അത്രയും കമന്റുകൾ അതിൽ ലോഡായിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് അതായത് ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ തലപ്പത്ത് നിൽക്കുന്ന ആളാണ്. കാരണം നമ്മളെ എല്ലാ കാര്യങ്ങളും ഫേസ്ബുക്കും ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. മൂപ്പര് വരെ പറയുന്നത് ഫേസ്ബുക്കും യൂട്യൂബും കമന്റ് ബോക്സ് ടെൻഷനാണ്. അപ്പൊ നമ്മളിത് ഫേസ്ബുക്കിലും യൂട്യൂബിലും കമന്റ് ഇടാൻ പറഞ്ഞിട്ട് ഇത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇത് ക്ലിയറിൽ കിട്ടിയില്ലെങ്കിൽ ജനങ്ങളെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എന്തും ചെയ്യാം. നമുക്ക് കമന്റ് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് എല്ലാവരും പേരും വെട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബോക്സിൽ നിന്നൊക്കെ എടുക്കാം. പക്ഷെ സമാധാനം പറയേണ്ട ഒരാൾ വേറെ ഉണ്ട് ഇല്ലേ? കാരണം ഇത്തിരി ആൾക്കാർ പാവങ്ങൾ പെരയിലിരുന്ന് ഇതിന് കമന്റ് ഇട്ടിട്ട് നമ്മളൊരാളെ മനഃപൂർവ്വം ഒഴിവാക്കിയാൽ നമ്മളെ വേറെ രീതിയിൽ പക്ഷം കൊടുക്കും. അത് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഫേസ്ബുക്കിലില്ലോലും യൂട്യൂബിലില്ലോലും എന്ത് ചെയ്തോളി, ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തോളി. അല്ലാതെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ലോഡ് ഇഷ്ടമല്ലായിട്ടല്ല. അത് നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട പ്ലാറ്റ്ഫോമാണ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഉണ്ട്. പിന്നത്തെ പ്രത്യേകത പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എന്ത് ചെയ്യുക, നമുക്ക് സിമ്പിളായിട്ട് കമന്റ് പിക്കർ അയച്ചിട്ട് ഇത് തിരഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഈ ഒരു ബെൻസ് നിങ്ങൾക്ക് സമ്മാനമായി തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതാണ് നിങ്ങൾക്ക് തരുന്ന വണ്ടി എന്ന് പറഞ്ഞ് ഈ വണ്ടി കാണിച്ച വീഡിയോന്റെ കമന്റ് ബോക്സ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അന്നത്തെ ഡേറ്റും കമന്റ് ഇട്ട ഡേറ്റും ഒക്കെ അതിലുണ്ടാവും. അതിൽ വ്യക്തമായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ പങ്കെടുക്കേണ്ടത് ഇൻസ്റ്റാഗ്രാമിലാണ്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്ന് എപ്പോൾ പറഞ്ഞു? അന്ന് ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും റിവീൽ ചെയ്ത ടൈമിൽ പറഞ്ഞേ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്തു നമ്മൾ, പിന്നെ അടുത്ത വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടു. ഈ വീഡിയോയിലാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. അത് ആരറിഞ്ഞിട്ടില്ല? ഫേസ്ബുക്കിലും യൂട്യൂബിലും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ആ ഫേസ്ബുക്കിൽ വീണ്ടും വീഡിയോ ഇട്ടു. എന്ത്, ഇൻസ്റ്റാഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോയി പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇച്ച് കുറേ കമന്റ്, അതായത് വെറും സംശയം കണ്ടുകൊണ്ട് കാണുന്ന ആൾക്കാരെ കമന്റാണ്. നമ്മളിത് ചിന്തിക്കണില്ലല്ലോ. അപ്പൊ അവര് കുറേ സംശയങ്ങൾ, കാരണം ഇത് ആദ്യം തന്നെ പറയേണ്ടീനു, ഞങ്ങളെ പറ്റിച്ചു, അല്ലെങ്കിൽ ഇത് അങ്ങനെ ചെയ്യേണ്ടീനില്ല. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ പിന്നെ എന്തിനു ഫേസ്ബുക്കിൽ പറഞ്ഞു? ഫേസ്ബുക്കിൽ പറഞ്ഞ എന്താ വെച്ചാൽ ഞാൻ ആ പറഞ്ഞ് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിലും യൂട്യൂബിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം, ഇത് അറിയണം. അത് മാത്രല്ല കൊറേ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോ ബോട്ട് വഴി കൊറേ അക്കൗണ്ട് വരുന്നുണ്ട്. 0 ഫോളോവേഴ്സ്, അത് ബോട്ടല്ല, അത് ഈ ഫേസ്ബുക്കിൽ നിന്ന് കൊറേ ആൾക്കാർ വീഡിയോ യൂസ് ചെയ്യാൻ വേണ്ടിട്ട്. ഞാൻ ആദ്യം റമീസ് ഭായിനോട് ചോദിച്ചു, റമീസ് ഭായി കൊറേ ബോട്ട് കയറുന്നുണ്ടല്ലോ. പക്ഷെ അന്നേരം റമീസിനോട് കറക്റ്റ് പറഞ്ഞാൽ അത് ബോട്ടല്ല. അപ്പൊ ഞാൻ നോക്കിയാലും ഇപ്പൊ എന്റെ റിലേറ്റീവ്സ് പ്രായമുള്ള ആളാണ്, അയാൾ 2 പുതിയ അക്കൗണ്ട് ഉണ്ടാക്കി ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാക്കി. അതിൽ എന്താ പറഞ്ഞാൽ ഫോളോവേഴ്സ് ഇല്ല, ഫോളോയിങ് മാത്രം 0 പോസ്റ്റ് 0. അറിയാത്തവരടക്കം യൂട്യൂബ് നോക്കിയിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അടക്കം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. അപ്പോൾ അഥവാ ഞാൻ ഫേസ്ബുക്കിൽ പറഞ്ഞില്ലെങ്കിൽ ഈ ലൈവ് കാണുമ്പോൾ നിങ്ങൾ പറയും എന്താ ഞങ്ങൾ ഫേസ്ബുക്കിൽ യൂട്യൂബിലോട് നിങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ആൾക്കാർ കമന്റ് ചെയ്തിന്, ഇത് കറക്റ്റ് കൊടുക്കുവോ, ഇത് തട്ടിപ്പാവോ, ഇത് ബെൻസ് കിട്ടിയ, പിന്നെ ഒരു കമന്റ് കിട്ടോ. അതായത് നിങ്ങൾ ഫസ്റ്റ് മുതലേ ഞാൻ ഈ ഗിവ്അവേന്റെ കാര്യം അൻഫൽക്കായിട്ട് സംസാരിക്കുന്ന ആദ്യം ഡിസ്കസ് ചെയ്ത കാര്യം ഇതാണ്. ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ എത്ര ജെന്യൂൻ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു മോശം ഫീഡ്ബാക്ക് വരുന്ന ഒരു കാര്യമാണ്. കാരണം പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. നമ്മൾ എത്ര സത്യസന്ധമായിട്ട് ഇത് കാണിച്ചു കഴിഞ്ഞാലും ഉഡായിപ്പാണ് കറക്റ്റ് പറയാൻ പറ്റും. അപ്പൊ അത് അത്രക്കും ക്ലീൻ ആയിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടിയിരുന്നു ഈ സാധനം
ചെയ്യേണ്ടിയിരുന്നു. അതായത് ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാർക്ക് തന്നെ വളരെ വൃത്തിക്ക് ജെന്യൂൻ ആയിട്ട് തന്നെ ഇത് കൊടുക്കണം എന്നുള്ള ഒരു നിർബന്ധം നമുക്ക് ഉണ്ടായിരുന്നു. അതെന്നാണ് നമ്മൾ കൂടുതൽ ഇത്ര ഫോളോവേഴ്സ് വേണം അല്ലെങ്കിൽ ഇത്ര ഇത് വേണം എന്നുള്ള പല ക്രൈറ്റീരിയകളും നമ്മൾ ഒഴിവാക്കിയത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിൽ ഇത് ചെയ്യാൻ കാരണം തന്നെ അതാണ്. വളരെ ജെന്യൂൻ ആയിട്ട് ഏറ്റവും അർഹതപ്പെട്ട ഒരാൾക്ക് ഇത് കിട്ടട്ടെ. കാരണം ഇത്രയും വലിയൊരു എമൗണ്ട് വയ്ക്കും. നമ്മളിപ്പോ നമ്മളെ എഫ്ജന്റെ ഒരു ഇനാഗുറേഷൻ അനുബന്ധിച്ചിട്ട് ഒരു ബൂസ്റ്റിംഗ്, അതായത് ഒരു പരസ്യം എന്നുള്ള രീതിയിൽ ബ്രാൻഡ് ലോഞ്ചിങ്. അപ്പൊ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എമൗണ്ടിന് ശരിക്കും വേറെ ഏതെങ്കിലും ഒരു സിനിമ നടനെ അങ്ങനത്തെ ആരെങ്കിലും കൊണ്ടുവന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ വന്നേരം ചിന്തിച്ചെന്താ, ഇതൊരു സ്വപ്നമായിട്ട് കാണുന്ന പല ആൾക്കാരും ഉണ്ടാവും. അങ്ങനത്തെ ഒരാൾക്ക് കിട്ടും. ഇപ്പൊ സിനിമ നടനെ സംബന്ധിച്ചിടത്തോളം ഒരു 7 ലക്ഷം രൂപ 8 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി അത്രേ ഉള്ളൂ. പക്ഷെ ഇത് ചിലപ്പോ കിട്ടേണ്ട ആൾക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, കാരണം നമ്മൾ മുന്നേ ഒക്കെ ചെയ്ത് എനിക്ക് ഓർമ്മ ഉണ്ട്. പക്ഷെ നമ്മളൊരു ഷോപ്പിന്റെ ഉദ്ഘാടനമായിട്ട് ഒരു BMW കൊടുത്ത്, ആ BMW കറക്റ്റ് കിട്ടിയ ആള് ടൈലിന്റെ പണിക്ക് പോകുന്ന BMW ബൈക്ക് കൊടുത്ത്. അപ്പൊ അവനെന്താ പറഞ്ഞാല് ടൈലിന്റെ വർക്കിന് പോകുന്ന ആളാ. ടൈലിന്റെ വർക്കിന് പോയിട്ട് അവന് ശരിക്കും എന്താ പറയാ വീട് ജപ്തിയായിട്ട് 2.5 ലക്ഷം രൂപ കൊടുക്കുന്ന ടൈമിലാണ് സാധനം കിട്ടുന്നത്. അതെ. അപ്പൊ എന്റെ മൈൻഡിൽ അത്രേ ഉള്ളൂ. അതായത് നമ്മളൊരു സ്റ്റോർ തുടങ്ങുന്ന നേരം ഏറ്റവും അർഹതപ്പെട്ട ഒരാൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെയും കൂടി എന്ത് ഒരു സന്തോഷം പ്രാർത്ഥന ഉണ്ടാവും. അപ്പൊ അതേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അടുത്ത 2 കമന്റിനും പാടെ പറയാം. ഇപ്പൊ മൂപ്പര് ഒരു മറുപടിയിൽ വന്നു. അതായത് ഈ ബെൻസ് കൊടുക്കണ എന്തിന്, ബെൻസ് കൊടുത്താൽ കിട്ടുന്ന ആൾക്കാർ കുടുങ്ങൂലേ, ഓൾക്ക് വല്ല ഇന്നോവേ വേറെ എന്തെങ്കിലും കൊടുത്തൂടെ. അപ്പൊ നമ്മൾ ഇത് എന്തായാലും ഇത് കിട്ടുന്നവരെ കൊടുക്കാൻ നമ്മൾ അയക്കോ? കാരണം നമ്മളിത് പൈസ കൊടുത്ത് വണ്ടി വാങ്ങുന്നവരെ കൊടുക്കാൻ നമ്മൾ അയക്കണില്ല. പിന്നെ നമ്മൾ സമ്മാനം കൊടുക്കുന്ന വണ്ടി പോലെ കൊടുക്കാൻ അയക്കോ? അതിനാണ് പറഞ്ഞത് ഈ ബെൻസ് അല്ലെങ്കിൽ 7 ലക്ഷം രൂപ. അപ്പോൾ ഓൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി വാങ്ങാം. പിന്നെ ഇത് ചാരിറ്റി പ്രവർത്തനം അല്ല, ഇതൊരു മൂപ്പരന്നെ പറഞ്ഞു ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ്. ചാരിറ്റി പ്രവർത്തനം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അതേപോലെ അർഹതപ്പെട്ടവർക്ക് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇത് ഒരു പ്രൊമോഷന്റെ ഭാഗമാണ്. ഇത് ഇവർ പുതിയൊരു എഫ്ജൻ ഡിജിറ്റൽ പറഞ്ഞിട്ട് ഒരു മൊബൈൽ ഷോപ്പിന്റെ ബ്രാൻഡ് ലോഞ്ച് ചെയ്യണം. ഞാൻ ഈ കാര്യം ഏറ്റെടുക്കാനുള്ള ഇതെന്താ വെച്ചാല്, ഇത് കേരളത്തിൽ ചരിത്രം തിരുത്തി ചെയ്തു അല്ലേ, മൊബൈലിന്റെ കച്ചവടക്കാരില്ല. കാരണം നിങ്ങൾ ഇതിന്റെ വാക്കവിടെ കേട്ടോളി. കാരണം എനിക്കിപ്പോ ഇത്രയും പരിചയമായപ്പോ ഒന്നും പാടെ പറയാൻ കോൺഫിഡന്റ് ആയതുകൊണ്ടാണ് പറയുന്നത്. കാരണം അത്രത്തോളം ഇപ്പൊ എത്ര മൊബൈൽ സ്റ്റോക്ക് ഉണ്ട് ഇപ്പൊ നമ്മളവിടെ? ഏകദേശം ഒരു 10-600 മൊബൈൽ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട്. 1 മാസം വാറണ്ടി ഉണ്ട് അല്ലേ. സെക്കൻഡ് ഹാൻഡ് ഫോണിന് നിങ്ങൾക്ക് വേണ്ട ഒന്നേരം കുടുങ്ങൂല അല്ലേ. ആ അത്രയും ഒരു ഗ്യാരണ്ടിയോട് കൂടി നിങ്ങൾക്ക് ഒരു മൊബൈൽ ഷോപ്പ് കോഴിക്കോട് ലോഞ്ച് ചെയ്തു. കോഴിക്കോട് മാത്രമല്ല, ഇവർ കേരളത്തിലെ എല്ലാ സ്റ്റേറ്റിലും എല്ലാ ജില്ലയിലും സ്റ്റേറ്റിനല്ല കേട്ടോ. ഇതെന്താ സംഭവം എന്നോ, ലൈവാണ്. ഞങ്ങൾ ചില പല തെറ്റും വരും, നിങ്ങൾ ക്ഷമിക്കണം. അക്ഷരപ്പേവൊക്കെ വരും. ലൈവ് ഇവിടെ എടുക്കുന്നുണ്ട്, ഞാൻ കാണും. അപ്പൊ എല്ലാ ജില്ലയിലും എഫ്ജന്റെ ഷോറൂം തുടങ്ങാൻ സാധിക്കട്ടെ. 3-ാം തീയതിയാണ് ഉദ്ഘാടനം. കോഴിക്കോട് വെച്ചിട്ടാണ് ഇവരുടെ ഉദ്ഘാടനം. അപ്പൊ നമ്മളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും വരി. ഇതിപ്പോ ആർക്കാ കിട്ടണ വെച്ചാല് ഓർക്ക് നമ്മൾ അവിടെ വെച്ചിട്ടാണ് കൈമാറുക. അപ്പൊ അർഹതപ്പെട്ട ആൾക്ക് കിട്ടട്ടെ അല്ലെ. ഇത് ചാരിറ്റി അല്ലെങ്കിലും ഇതെന്താണ്, കിട്ടുന്ന ആൾക്കാർക്ക് ഇത് അർഹതപ്പെടുമ്പോൾ ഒരു ഉപകാരപ്പെടുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പൊ തീർച്ചയായിട്ടും 3-ാം തീയതി ഉദ്ഘാടനത്തിന് അവിടെ എല്ലാവരും പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ പങ്കെടുക്കുക. അതായത് നല്ല ബ്രാൻഡുകൾ, നല്ല സ്ഥാപനങ്ങൾ, നല്ല സംരംഭകരൊക്കെ വളർന്നു വരുമ്പോൾ ആ സംരംഭകന് മാത്രമല്ല ഉപകാരപ്പെടുക, ആ നാടിനും നാട്ടുകാർക്കും നമ്മുടെ സ്റ്റേറ്റിനും നമ്മുടെ രാജ്യത്തിനും ഈ ലോകത്തിനൊക്കെ ഉപകാരപ്പെടും. കാരണം ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റും, ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ പറ്റും. ഇനി ഇതേപോലത്തെ ഗിവവേസ് ഇദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഫോളോ ചെയ്ത ആൾക്കാർ എന്തായാലും ഒരാൾക്കുള്ള കിട്ടുള്ളൂ. കിട്ടാത്തോല് സങ്കടപ്പെടണ്ട, ഇവരെ ഫോളോ ചെയ്തോല് അവിടെ തന്നെ നിന്നോളി. ഇവരെല്ലാ മാസവും ഗിവവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഫോണാണ് ഇവര് കച്ചവടം ചെയ്യുന്നത്. അപ്പൊ ഫോണുകൾ തന്നെ കൊടുത്തോണ്ടേ ഇരിക്കണം അല്ലെ, കൊടുത്തോണ്ടിരിക്കുന്ന പറഞ്ഞത്. കാരണം ഇവർക്കൊരു പ്രോഫിറ്റില് ലാഭത്തിൽ ഇവരെ ബിസിനസ് വരുമ്പോൾ ഒരു മാസത്തിലെ ഒരു ഫോണോ 2 ഫോണോ ഒന്നും ഇപ്പോൾ കൊടുക്കണേന് അവർക്ക് കുഴപ്പമുണ്ടാവില്ല അല്ലെ. നമ്മൾക്ക് 6 കൊടുക്കാന്ന് ചിലപ്പോൾ സാധിച്ചില്ല, കാരണം അത്രയും വില ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഫോണൊക്കെ ഇവര് അത് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? കാരണം ഇന്ന് അതെ. പിന്നെ എഫ്ജൻ ലോഞ്ച് ചെയ്തിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് നിങ്ങൾ പറയും? ലോഞ്ച് ചെയ്തിട്ട് മാഷാഅല്ലാഹ് നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഗ്രാൻഡ് ഓപ്പണിംഗ് കഴിഞ്ഞിട്ടില്ല. പക്ഷെ എൻക്വയറീസ് നല്ല രീതിയിൽ എൻക്വയറീസ് ഉണ്ട്, നല്ല രീതിയിൽ ആൾക്കാർ വരുന്നുണ്ട്. ഞാനിതില് ആദ്യം ഫസ്റ്റേ കണ്ട ഒന്നേ ഉള്ളൂ. നമ്മളിപ്പോ യൂസ്ഡ് ഫോൺ എന്ന് പറയുന്നേരോ ഫ്രഷ് നമ്മളെടുത്ത് ഉണ്ട്. പക്ഷെ ഒരു യൂസ്ഡ് ഫോൺ കാറ്റഗറിയിൽ വരുന്നവർ എല്ലാവർക്കും ഒരു ട്രസ്റ്റിന്റെ ഒരു പ്രശ്നമുണ്ട്. ആൾക്കാർ വിശ്വസിച്ച് എങ്ങനെ എടുക്കുക എന്നുള്ളത്. അതിനാണ് നമ്മൾ എന്താക്കി
നമ്മളൊരു 1 month ഗ്യാരണ്ടി എന്നുള്ളൊരു സാധനം വാറണ്ടി നമ്മൾ കൊടുത്തത്. ഇപ്പൊ അതിന്റെ ഒന്നും കൂടി നമ്മൾ ഉദ്ഘാടനത്തിന് ഇപ്പം ചെയ്യുന്ന 3 മാസമാണ് വാറണ്ടി. അത് വേറെ ഒന്നുമല്ല, നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിൽ നമുക്കൊരു കോൺഫിഡൻസ്, നല്ല പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുള്ളൂ, അല്ലാതെ പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കൂല. ലാഭം മാത്രമല്ല, നമ്മൾ ഈ ഒരു വിശ്വാസം കീപ്പ് ചെയ്യാന്നുള്ളതാണ്, നല്ല ബന്ധങ്ങൾ. അപ്പൊ ഓരോരുത്തരും ഇപ്പൊ നിങ്ങൾ വന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ അവർക്ക് വിശ്വാസമുള്ള ആൾക്കാർക്ക് വരാം. ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് സാധനം കൊടുക്കാൻ പറ്റും. പ്രൈസ് എന്ന് പറഞ്ഞാൽ നല്ല വേരിയേഷൻസ് ഉണ്ടാവും. നല്ല രീതിയിൽ എത്ര രൂപ മുതൽ സ്റ്റാർട്ടിംഗ്? നമ്മള് സ്റ്റാർട്ടിങ് ശരിക്കും 4000-5000 മുതൽ സ്റ്റാർട്ടിങ്. അതിലൊരു 1.5-2 രൂപ ഏറ്റവും പ്രീമിയം ഫോണുകളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. ഒരു ചോദ്യം മാറി ചോദിക്കട്ടെ, കുറെ ആൾക്കാർക്ക് സംശയമുണ്ട്, ഇത്രയും വില കൊടുത്ത് ഇവരും മോശക്കാരൊന്നല്ല കേട്ടോ, പിന്നെ ഇവര് ഇത്രയും ലക്ഷം രൂപന്റെ ഒരു ബെൻസാണ് തന്നിട്ടാണ് നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യുന്നത്. അത് തന്ന് ലോഞ്ച് ചെയ്യുമ്പോൾ ഒരാളും വെറുതെ ഒന്നും ചെയ്യൂല. നിങ്ങൾക്ക് പിരാന്തൊന്നുമില്ലല്ലോ, വെറുതെ കൊണ്ടാണ് ഒരു ബെൻസ് വാങ്ങിയത് ആൾക്കാർക്ക് കൊടുക്കാം. നിങ്ങൾ ഉദ്ദേശം എന്തേലും, നിങ്ങളെ ബ്രാൻഡ് ലോഞ്ച് ചെയ്യണം, അത് 4 ആൾ അറിയണം, നിങ്ങൾക്ക് അത് അല്ലേ, അത് നമുക്കൊരു ബ്രാൻഡിങ് തന്നെ. ബ്രാൻഡിങ് അത് നിങ്ങൾ കരുതിയ പോലെ നടന്നോ? അതിനെക്കാട്ടും കൂടുതൽ അതാണ് കുറവില്ല. ഇല്ല, അതാണ് എന്റെ ലക്ഷ്യം. അതെന്താ വെച്ചാലേ, ഇത് ഇവര് വന്നിട്ട് ഇവിടുന്ന് കാറ് വാങ്ങിയിട്ട് ഡെലിവറി എടുക്കണം, ഞാൻ വീഡിയോ എടുക്കണില്ലേ, ഇതേപോലെ തന്നെ ഇവർക്ക് ഇപ്പൊ എന്തുണ്ട്, വണ്ടിയായി, പ്രൊമോഷനുമായി, ഡെലിവറിയായി, അല്ലേ, ബോണസ്. അപ്പൊ നിങ്ങള് ഹാപ്പിയാണ്, അതേപോലെ നിങ്ങളെ കസ്റ്റമറും ഹാപ്പി ആവും. അപ്പൊ തീർച്ചയായിട്ടും ഇവരെ ഫോളോ ചെയ്ത ആൾക്കാരില്ലേ, കിട്ടാത്തവരൊന്നും സങ്കടപ്പെടണ്ട, ഇതൊന്നും വെറുതെ ആവില്ല. ഇവർ നല്ല നല്ല പ്രവൃത്തികൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യും. നല്ല നല്ല പ്രവൃത്തികൾ നാടിനും നാട്ടുകാർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇവരെ മനസ്സിലുണ്ട്, വരും. അത് ഞാൻ മനസ്സിലാക്കിയോണ്ടാണ് പറയുന്നത്. നമുക്ക് നേരെ ഉള്ളിൽ ഇരിക്കാം, വരും. ഈ കമന്റ് ഒക്കെ ഒന്ന് വായിച്ചാൽ കേട്ടോ, കാരണം കുറെ ആൾക്കാര് പെട്ടെന്നാക്കാൻ പറയുന്നുണ്ടല്ലേ. പെട്ടെന്നാക്കാം, ഞാൻ എനിക്ക് നിങ്ങളിലാറെ ടെൻഷൻ ഉണ്ട്. പെട്ടെന്നാക്കാം. ഞാൻ കമന്റുകളൊക്കെ ഒന്ന് നോക്കട്ടെ. അല്ലാ, മെർസിഡീസ് ബെൻസ് തുടങ്ങ് പ്ലീസ്, കട്ട വെയിറ്റിംഗ്, എല്ലാരും വെയിറ്റിംഗിലാ. നമ്മളിപ്പോ സെറ്റാക്കും. സംസാരം പിന്നെ ആക്കാം. എന്താ മുത്തുമണിയാളെ, ഒന്ന് ക്ഷമിക്കും. കാരണം എന്താ വെച്ചാല് പറയേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നാളെ വളരെ വലിയ കോംപ്ലിക്കേഷൻസ് വരും. അതുകൊണ്ടാണ്. ഏതായാലും ഇത്രയും ആയില്ലേ, 15 മിനിറ്റ് ആയിട്ടുള്ളൂ. എപ്പോൾ റെഡിയാക്കാം, ഇപ്പം സെറ്റാക്കും. അപ്പോൾ ഇപ്പം നമുക്ക് ആരാണ് ഇതിൻ്റെ വിജയി എന്ന് നമുക്ക് നോക്കാം. 1 ലക്ഷം കിട്ടാൻ ഒന്ന് കുറേ കമൻ്റ് ഉണ്ട്. എല്ലാവരും അർജൻറ്റ് തൊട്ടുണ്ട്. എല്ലാവരും ഇപ്പം സെറ്റായി തരാം. അപ്പം തുടങ്ങും നമ്മൾ. എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്ത പിന്നെ ലൈവിലില്ല എല്ലാവരോടും ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത്തിരി ആൾക്കാർ ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. അല്ലേ സൽമാനോ? ഇതാണ്ടോ, ഇനിയിപ്പോൾ ലൈവ് കട്ടാലും പേടിക്കണ്ട. ഇവിടെ ഒരാൾ കണ്ടോ കറക്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, യൂട്യൂബിൽ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വീണ്ടും ഒരു ക്യാമറ റെക്കോർഡ് ഉണ്ട്. അല്ലേ വാവേ? സെറ്റല്ലേ? ഒക്കെ റെഡി അല്ലേ രമേശ് ഭായി? നമ്മളതിൽ അല്ലേ എടുത്തു. നമ്മൾ ടാബിൽ പിന്നെ കമന്റ് പിക്കർ വെച്ചിട്ടാണ്. അത് ബാക്കിൽ തന്നെ പോകുന്നുള്ളൂ. കമന്റ് പിക്കർ ഒന്നും കാണിക്കാമല്ലോ നമുക്ക്. അതായത് ഇതാണ് കമന്റ് പിക്കർ. ഈ റാഫിയോ അല്ലേ, റാഫിന്നില്ലേ കമന്റ് പിക്കറാണ് അല്ലേ. ഇത് പെയ്ഡാ അല്ലേ? പെയ്ഡാണ്. അപ്പൊ ഇതിൽ നമ്മൾ വെച്ചിട്ട് ഈ കമന്റ് പിക്കർ വെച്ചിട്ടാണ് എടുക്കുക അല്ലേ. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ, ഇനി അടുത്ത എന്താ ചെയ്യണ്ടേ? കുടിച്ചോളി സൽമാൻ, ലൈവ് കുടിച്ചോളി. ഇനി ഇത് തെരഞ്ഞെടുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ തെരഞ്ഞെടുക്കാൻ പോവാട്ടോ. അപ്പൊ ഏതാനും നിമിഷങ്ങൾക്കാവും നമുക്ക് 3 ആളെ പൊക്കണം അല്ലേ. അപ്പൊ ഇതാണ് നമ്മളെ കമന്റ് പിക്കർ. ഇത് വെച്ചിട്ടാണ് നമ്മൾ തെരഞ്ഞെടുക്കണം. അതിനു 3 പേപ്പർ ഉണ്ടായിരിക്കും. ഇതാണോ നമ്മൾ പേപ്പർ ഉണ്ടാക്കാൻ പോവാണ്. അതായത് ഇതിന് 3 കമന്റ് ബോക്സിൽ ഓരോ ആൾക്കാരെ കിട്ടും. ആ ആൾക്കാരെ നമ്മൾ എന്തിലും പേര് എഴുതിയിട്ട് ഇതിലിടും. ഇതിലാരും ഇല്ല. എന്തായാലും കാണും. എനിക്ക് കാണിച്ചു കേട്ടോ. ആ കുൽക്കാലിലെ സെറ്റപ്പ് ആക്കട്ടെ. കുൽക്കാലിലെ സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം. 3 ഒരേപോലെ കട്ട് ചെയ്തോളി. ഇതേ കൊറേ ആൾക്കാർ നമ്മളൊപ്പല്ലൊരു കൂടിയിരിക്കണം. ഓരോട് പറഞ്ഞു കിട്ടിയാൽ തരില്ല. ഓർക്കാർക്കെല്ലാം കിട്ടുന്ന വെച്ചാൽ നമുക്ക് അടുത്ത ആൾ എടുക്കാം. ശരി, നമ്മളങ്ങാടിയിൽ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ പുന്നക്കാട്, ചുങ്കം, നമ്മളിവിടെ ചുറ്റുവട്ടത്തിലെ വീടിന്റെ അലോകത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ കൂടിയിരിക്കണേ. ഓൽക്കൊക്കെ കിട്ടിയാൽ നമുക്ക് കൊടുക്കും കേട്ടോ. കൊടുക്കൂലെന്ന് പറയാൻ പറ്റില്ല. 3 വീഡിയോ. ഇതാണ് നമ്മളെ 3 പേപ്പർ കേട്ടോ. അല്ലല്ല, ഇതിന്ന് ഓരോരുത്തരും എടുക്കണം.
ഇതേ പിന്നെ ഇവിടെ നല്ല കറക്റ്റ് കിട്ടുക. നിങ്ങൾ വേണമെങ്കിൽ ക്യാമറ ഇങ്ങോട്ട് പോകുന്നോളി, ഇങ്ങോട്ട് ബാക്ക് പോകുന്നോളി, ഇതിലേക്ക് പോകുന്നോളി. അപ്പോൾ കറക്റ്റ് നോക്കണം. കുറെ ആൾക്കാർ ഈത്തപ്പഴം ബദാമും പിസ്തക്കൊക്കെ തീറ്റ തുടങ്ങി. ലൈവാട്ടോ എല്ലാരും കാണുന്നുണ്ട്. റെഡി അല്ലേ? ആ ആരോട്ടേത് ഏതാക്കും കാണിച്ചെടുക്കാറ് അതല്ലേ? ആ ആദ്യം നമ്മള് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കണം. ആ അപ്പൊ നമ്മൾ ഓപ്പൺ ആക്കി, അതായത് ഈ അൻഫൽ സഫാരി എന്നല്ലേ? ആ ഇത് ലൈവ് ആണല്ലേ? ആ നമ്മള് പേജ് പോവാം. നമ്മളെ പേജിൽ പോയി നമ്മളെ 3 വീഡിയോസ് ഇതാണ്. ലൈവ് കറക്റ്റ് കണ്ടോട്ടോ. നമ്മളെ 3 വീഡിയോസ് ഇതാണ്. ഈ 3 വീഡിയോസിന്റെ കമന്റ് ബോക്സിൽ നിന്നും ഓരോ ആൾക്കാരെ തിരഞ്ഞെടുക്കണം. അപ്പൊ എല്ലാവരും റെഡി ആയിക്കോളെ, നമ്മൾ എടുക്കാൻ പോവാണ്. ഫസ്റ്റ് വീഡിയോ അല്ലത്. അപ്പൊ ഈ വീഡിയോ നമ്മൾ ഓണാക്കി ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യണം, ലിങ്ക് കോപ്പി ചെയ്യണം അല്ലേ? ഇവിടെ ഷെയർ കൊടുത്തു, കോപ്പി ചെയ്താട്ടോ. അതായത് ഇതാണ് നമ്മളെ ഫസ്റ്റ് വീഡിയോ, ഇതിന്റെ ലിങ്കാണ് ഇപ്പൊ നമ്മൾ കോപ്പി ചെയ്ത്. ഇത് നേരെ നമ്മൾ എന്ത് ചെയ്യണം? നേരെ നമ്മൾ റാഫിക്ക് വരണം അല്ലേ? ഈ റാഫിയിൽ വന്നിട്ട് ഇത് ഓണാക്കി ഇവിടെ പേസ്റ്റ് ചെയ്യാം അല്ലേ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പേസ്റ്റ്, ഹലോ പേസ്റ്റ്. അപ്പൊ ആ ലിങ്ക് ഇവിടെ വന്നു അല്ലേ? അപ്പൊ നമ്മൾ ഫസ്റ്റ് വീഡിയോന്റെ ലിങ്കാണ് ഇതിലുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുത്തു, ഇതാ വരുന്നു. ഇതാണ് ആ വീഡിയോ അല്ലേ? സ്ക്രീൻ റെക്കോർഡിംഗ് വേണം അല്ലേ? അപ്പൊ ഇത് സ്ക്രീൻ റെക്കോർഡ് ഓണല്ലേ? ആ ഇവിടെ ഓണാക്കണം, റെക്കോർഡ് സ്ക്രീൻ. അപ്പൊ ഇതിനിപ്പോ തെരഞ്ഞെടുക്കണതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ വിന്നേഴ്സ് ഇവിടെ നമ്മൾ എണ്ണം കൊടുക്കണം അല്ലേ? ഒരാളെ അല്ലേ എടുക്കണ്ടേ? അപ്പൊ ഇവിടെ 1 ആക്കി അല്ലേ? എന്റർ നമ്പർ ഓഫ് വിന്നേഴ്സ്. ഇനി നമ്മൾ ഓക്കെ കൊടുക്കാൻ പോവാണ് അല്ലേ? ഇതിന് മുമ്പ് ഈ പ്രോ ഗിവ് അവേ നിൽക്കണം. അപ്പോൾ നമ്മൾ ഒരാളെ മെൻഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലേ? ആ പ്രോ ഗിവ് അവേ. ആ അപ്പൊ വിന്നേഴ്സ് 1 ആയി. ഇനി എന്താണ് കൊടുക്കണ്ടേ? ആ അൾട്ടർനേറ്റ്. ഇതെന്താ? എന്റെ നമ്പർ ഓഫ് അൾട്ടർനേറ്റ് വിന്നേഴ്സ്. അത് വേണ്ടല്ലേ? അത് വേണ്ട, അത് ഒരാളും കൂടെ ഓപ്ഷനിലായിട്ട് തിരഞ്ഞെടുക്കും. അത് വേണ്ട, നമുക്ക് ഒരാളെ മാത്രം മതി അല്ലേ? ഹാഷ്ടാഗ് നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ മെൻഷൻ പറഞ്ഞില്ല. അപ്പൊ മെൻഷൻ ഒരാളെ മെൻഷൻ ചെയ്യാൻ എന്റെ മിനിമം നമ്പർ ഓഫ് ദ റിക്വയർഡ് മെൻഷൻ. ആ അപ്പൊ 1 അല്ലേ? അപ്പൊ അത് കൊടുത്തു. ഇനി വേറെ എന്തെങ്കിലും കൊടുക്കണോ? ഇല്ല, ഇനി നമ്മള് ഗിവ് അവേന്റെ ടൈറ്റിൽ കൊടുക്കണം അവിടെ. B118. ആ അത് എന്തിനാ? ഗിവ് അവേന്റെ ടൈറ്റിൽ നമ്മൾ ജസ്റ്റ് കൊടുക്കല്ലേ? അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തോലെ ബാധിക്കൂലല്ലോ. അത് B180 അല്ലേ? 180 ജസ്റ്റ് ഗിവ് അവേ എന്ന് കൊടുത്താലും അല്ലെ? B180 മതി. ഹെഡിങ് അല്ലേ? ജസ്റ്റ് ഒരു ഹെഡിങ് അല്ലേ? അപ്പൊ ഇതെന്താ? അത് നമ്മളെ അക്കൗണ്ട് ആണ്. ഇനി ഇതിലെന്തെങ്കിലും കൊടുക്കണോ? ഇല്ല. അപ്പൊ എല്ലാം സെറ്റ് ചെയ്തു കേട്ടോ. ഒന്നും പിടിച്ചാണ്. അങ്ങനെ പിടിച്ചോ, മാറ്റണ്ട. അപ്പൊ B180 ഹെഡിങ് നമ്മൾ അത് കൊടുത്തു. വിന്നർ 1 വേണം. പിന്നെ ഒരാളെ നമ്മൾ മെൻഷൻ ചെയ്യാൻ പറഞ്ഞത്, അത് ഷെയർ ചെയ്യാൻ പറഞ്ഞത് ഇതിലുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇതിൽ തിരഞ്ഞെടുക്കാൻ കഴിയുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് ഇനി എന്താ കൊടുക്കണ്ടേ? ഇനി ഇവിടെ സ്റ്റാർട്ട് ഗിവ് അവേ അല്ലേ? കൗണ്ട് ഡൗൺ 10 സെക്കൻഡ് ആക്കി. 10 സെക്കൻഡ് ആക്കി അല്ലേ? കൗണ്ട് ഡൗൺ 10 സെക്കൻഡ് ആക്കി. ഓക്കെ ആക്കി. ഇനി നമ്മൾ ഇതാവണു സ്റ്റാർട്ട് ഗിവ് അവേ കൊടുക്കാൻ പോവാണ്. ഇത് കൊടുത്താൽ നമുക്ക് ഒരാളെ കിട്ടും അല്ലേ? സ്റ്റാർട്ട് ഗിവ് അവേ ഫസ്റ്റ് വീഡിയോന്റെ കമന്റ് ബോക്സിൽ നിന്നല്ലേ ഒരാളെ തിരഞ്ഞെടുക്കാൻ പോവാണ്. വെരി ഗുഡ്. അതായത് നമ്മള് സർപ്രൈസ് ഇപ്പൊ പറയണോ? കഴിഞ്ഞോട്ടല്ലേ? ഗിഫ്റ്റ് ബോക്സിലാണ്. അതെ. ഇപ്പൊ തന്നെ പറയാമോ? സഫാറിന്റെ ഗിഫ്റ്റ് ബോക്സില് ഒരു വാട്ടർ ബോട്ടിൽ 10 സെക്കൻഡ് ആക്കിയോണ്ടാണ് അല്ലേ? 10 സെക്കൻഡിൽ വരും. അത്രയും ലോഡ് ഇല്ലല്ലേ? ലക്ഷക്കണക്കിന് കമന്റ് ഉണ്ട്, അതുകൊണ്ട് ലോഡ് ആയിക്കൊണ്ടിരിക്കാണ്. ഗിവ് അവേ സ്റ്റാർട്ട്. റെഡി. 5 സെക്കൻഡായി, 4 സെക്കൻഡായി, 3 സെക്കൻഡായി. ആയി വാ പോണ ആൾക്കാര്. ഇതിൽ നിന്ന് ഒരാള് വരും. ആയി വാ, കൺഗ്രാജുലേഷൻ വന്നിട്ട് ഒരാൾ വന്നിട്ടുണ്ട്.
ആരാണ് ആള്? ജുസൈൻ. ജുസൈൽ ഇതൊന്ന് save ചെയ്തേക്ക്. ഏതാ ഇത് സേവാ? സ്ക്രീൻ റെക്കോർഡ്. നിക്ക് ഈ ജുസൈലിനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അത് ഇതിമേ തന്നെ നോക്കി കഴിഞ്ഞാൽ നേരെ ജുസൈലിന്റെ അക്കൗണ്ട് പോകും. പോവോ? ഇത് കിട്ടിയില്ലേ? ആളെ കിട്ടിയില്ലേ? ഓപ്പൺ ഇൻസ്റ്റാഗ്രാം. ഓപ്പൺ ഇൻസ്റ്റാഗ്രാം. നേരെ ജുസൈലിന്റെ അക്കൗണ്ടിലേക്ക് എത്തി. ഇത് ഫോളോയിങ് ഫോളോയിങ്. ആ ഇതിൽ സെർച്ച് ചെയ്ത് എല്ലാരും സെർച്ച് ചെയ്ത് നോക്കാം. അതായത് അൻഫാൽ ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ എഫ്ജൻ വന്നല്ലോ. ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ സഫാരി ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ റമീസ് ഡബിൾ ഇ ആണ്. ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഫോളോ ചെയ്തിട്ടുണ്ട്. ആ കമന്റ് ചെയ്താലേ ഇതിൽ തിരഞ്ഞെടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇതാണ് ആള് അല്ലേ? അപ്പൊ കൺഗ്രാജുലേഷൻ, ഒരാളെ നമുക്ക് കിട്ടി അല്ലേ? അപ്പൊ മൂപ്പരൊന്ന് പിന്നെ പേരെഴുതിയില്ലേ? ജുസൈൻ. അപ്പൊ ഇതാണ് കേട്ടോ ഫസ്റ്റ് വിജയ്. അപ്പൊ നമുക്ക് അടുത്ത ആളെ തിരഞ്ഞെടുക്കാം അല്ലെ? ഇത് പിന്നെ ഒരാളെ കിട്ടി. പക്ഷെ ഇയാൾക്കാണോ ബെൻസ് അല്ലാണോ അല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ പ്രൊഡിക്ട് ചെയ്യാനായിട്ടില്ല. കാരണം രണ്ടാളിമാരെ എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാന്. അപ്പൊ ഇനി അടുത്ത വീഡിയോക്ക് പോവാണ്. ഇപ്പൊ ഒരാളെ നമുക്ക് കിട്ടി. അയാളെ പേരെഴുതിയോ? പേരെഴുതിയില്ല. 3 ഒപ്പേതാ. ഒരു മിനിറ്റ്. അപ്പൊ നമ്മള് രണ്ടാമത്തെ വീഡിയോന്ന് ലിങ്ക് എടുക്കാൻ പോവാണ് അല്ലേ? ഇതിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് എടുത്തത്. സെക്കൻഡ് വീഡിയോ കേട്ടോ. റെഡ് കോട്ട് മറക്കണ്ട, എല്ലാരും പാളുണ്ട്. ഫസ്റ്റ് നമ്മൾ കറുപ്പ് കോട്ട് നടത്തത്. അപ്പൊ ഇനി ഇത് കേട്ടോ കോപ്പി താഴെ. ഇത് നമ്മള് നേരെ കോപ്പി ലിങ്ക്. നേരെ റാഫി. അടുത്ത റാഫി. എവിടെ റാഫിയുടെ? എൻഡ് ഗിവ് അവേ. ഇനി അടുത്ത് ഈ വീഡിയോ ഇത് കളഞ്ഞു കേട്ടോ. അപ്പൊ ഇനി പുതിയ ലിങ്ക് നമ്മൾ പേസ്റ്റ് ചെയ്യാൻ പോകണം. നമുക്ക് ഇത് പേസ്റ്റ്. ഇത് ചോന്നതേ ആദ്യത്തെ അല്ല വീഡിയോ കാണാലോ നമുക്ക്. നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ വീഡിയോ ഇതാണ്. രണ്ടാമത്തെ വീഡിയോ. അപ്പൊ നേരത്തെ പോലെ പ്രോ ഗിവ് അവേ ആക്കി, വിന്നേഴ്സ് ഒന്നാക്കി. ഇതൊക്കെ വലിയ സിമ്പിൾ ആയിപ്പോയി അല്ലേ? ടൈറ്റില് എവിടെ? ഇവിടെ തന്നെ. അത് നമുക്ക് രണ്ടാമത്തെ ആയിക്കോട്ടെ. ഇനി നമുക്ക് ഇതല്ലേ മുകളിൽ റെക്കോർഡ് സ്ക്രീൻ ഓൺ ആക്കി. എവിടെ മറ്റേ മെൻഷന്റെ മെൻഷൻ 1. വെരി ഗുഡ്. അപ്പോ സ്റ്റാർട്ട് ഗിവ് അല്ലേ? ഒക്കെ റെഡി ആയി. അപ്പൊ രണ്ടാമത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 10 സെക്കൻഡ് ആക്കാം. റെഡി. സ്റ്റാർട്ട് ഗിവ് അവേ. രണ്ടാമത്തെ ആളെ നമ്മൾ എടുക്കാൻ പോവാണ്. രണ്ടാമത്തെ വീഡിയോ ഒന്ന് ഇപ്പൊ ഒന്നും ഉണ്ടാൻ പറ്റില്ല. അത് ചോദ്യാണ്. അയാൾ ഉറപ്പിച്ചു. പിന്നെ നറുക്കെടുക്കണ്ട. മാഷാഅല്ലാ, എവിടുന്ന ഈ ബുദ്ധിയൊക്കെ വരുന്നത്? അത് സംശയമാണ്. ചിലപ്പോ 3 കമന്റ് ഇട്ടു ആൾക്കാരെ. കിട്ടും. അതെ. അപ്പൊ ഇതാ പിന്നെ തെരഞ്ഞെടുത്തോണ്ടിരിക്കാണ് രണ്ടാമത്തെ വീഡിയോ ഒന്ന്. Seven, 6, 5, 4, 3, 2, 1, go. അയ്യോ പോയോണ്ടിരിക്കുന്നുണ്ട്. അടുത്തത് ആരാണ് വിജയ് നമുക്ക് പറയാം. പോരും. യെസ്. ആരാണ്? എന്താണ്? തബ്സ്. ഇത് ഇതാണ്. ഇത് ലൈവില് കാണുന്നുണ്ടല്ലോ അല്ലേ? ഇത് നമ്മൾ സേവ് ആക്കി നമുക്ക് ഇത് നോക്കല്ലേ? യെസ്. നേരേക്ക് പോയി കഴിഞ്ഞാല് ജാലി. ഇതൊന്ന് എഴുതിയേക്ക്. ഇതൊന്ന് എഴുതിയേക്ക്. പേര് എഴുതിയോളി. ഫോളോ ലിസ്റ്റ് എടുക്കാം അല്ലേ? ഇതല്ലേ ഫോളോവിങ് അല്ലേ? ഫോട്ടോ എടുത്തോളി. അപ്പൊ അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ആളെ കിട്ടി. ഇനി നമ്മളെ മൂന്നാമത്തെ ഇന്നലെ ഇട്ട വീഡിയോ ഒന്ന് അല്ലേ? ഫോളോവിങ് അല്ലേ? ഇതിലല്ലേ? റെഡിയാണ്. റെഡി ആയിട്ടുണ്ട്. പിന്നെ
ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ സഫ ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇയാള് കറക്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ആളെടുക്കാം അല്ലേ? അപ്പൊ രണ്ടാളെ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി മൂന്നാമത്തെ ആള് മൂന്നാമത്തെ ഞാൻ പറഞ്ഞേ. മൂന്നാമത്തെ ഏതാ ഞാൻ പറഞ്ഞത്? അപ്പൊ അത് ഇപ്പൊ രണ്ടാളെ കിട്ടിയല്ലോ അല്ലേ? രണ്ടാളെ പേര് എഴുതിയില്ലേ? അപ്പൊ ഇനി മൂന്നാമത്തെ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകണം. അതായത് ഇന്നലെ നമ്മൾ ഇട്ട വീഡിയോ, ഈ വീഡിയോ അല്ലേ? അപ്പൊ നമ്മൾ ഇത് നേരെ ഷെയർ ചെയ്തെടുക്കുന്നു. കോപ്പി ലിങ്ക് അല്ലേ? നേരെ നമ്മള് റാഫിന്റെ അടുത്ത് പോകണം. റാഫിയുടെ റാഫി. അപ്പൊ ഇനി ഇത് നമ്മള് ക്യാൻസൽ ചെയ്തു. ഇത് പേസ്റ്റ് ചെയ്തു. ഹലോ പേസ്റ്റ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മള് അടുത്ത ആളെ അടുത്ത വീഡിയോയിലെത്തി. അപ്പൊ നമ്മള് പ്രോ ഗിവ് അവേ അല്ലേ? നമ്മൾ ടൈറ്റില് ഗ്ലാസിന്റെ നമ്മൾ 24 hours ഇതാണ്. നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം വെറുതെ കേട്ടോ. വിന്നേഴ്സ് വിന്നേഴ്സ് 1, സ്ക്രീൻ റെക്കോർഡ് ഓണാക്കി, മെൻഷൻ 1 അല്ലേ? അപ്പോൾ ഇനി നമ്മൾ സ്റ്റാർട്ട് ഗിവ് അവേ. അപ്പോൾ ഇതൊക്കെ റെഡി ആട്ടോ. ഒരാൾ ഗിവ് അവേ, വിജയന് 1 വേണം, മെൻഷൻ 1, സ്റ്റാർട്ട് ഗിവ് അവേ കേട്ടോ. ഇത് 5 സെക്കൻഡ് കൊണ്ട് അറിയാം അല്ലേ? നമ്മൾ 10 സെക്കൻഡ് ആക്കിയിട്ടില്ല. അപ്പൊ നമ്മളെ മൂന്നാമത്തെ ആൾ എടുക്കാൻ പോവാണ്. ഈ 3-ൽ നിന്ന് ആർക്കാണ് കിട്ടുന്നത് നമുക്ക് ഇതിൽ നിന്ന് നറുക്കെടുക്കണം. കൊടുക്കല്ലേ? ആരും ലൈവ് കഴിഞ്ഞേക്ക് പോകണ്ട കേട്ടോ. സർപ്രൈസ് ഉണ്ട്. 3 ആളെടുത്തുക്കണു. മൂന്നാമത്തെ ആളെയും കിട്ടിയിട്ടുണ്ട്. എന്താണ്? RIZ1 റിസ്വാൻ. ആ റിസ്വാനാണ്. റിസ്വാന്റെ ഷോർട്ട് ഫോം ആണെന്ന് തോന്നുന്നുണ്ട്. റിസ്വാൻ. ഇത് സേവ് ചെയ്തു. നമുക്ക് അടുത്ത ആള് നോക്കാം. റിസ്വാൻ മുഹമ്മദ് ആക്കരം. റിസ്വാൻ. ഇത് റിസ്ലെ. നമ്മള് ഇതില് ഫോളോ ചെയ്തോക്കണം നോക്കണം. പക്ഷെ ഇത് പ്രൈവറ്റ് അക്കൗണ്ട് ആണ്. അപ്പൊ എന്ത് ചെയ്യും? എങ്ങനെ ചെക്ക് ചെയ്യും? അല്ല നമ്മളെ ഫോളോ ചെയ്തിക്കണേ കിട്ടൂലേ പ്രൈവറ്റ് അക്കൗണ്ട്? അത് കിട്ടും. അപ്പൊ എന്റെ ഫോൺ നോക്കാം. ഒരു മിനിറ്റ് ഇൻസ്റ്റാഗ്രാം എടുക്കട്ടെ. എല്ലാ ഓപ്പൺ ആക്കി എടുത്ത് നോക്കേണ്ടി വരും. എന്താണ് RIZ അതിന്റെ അടിയിലൊരു വരല്ലേ? എന്താണ് അതിന് വരാ? അണ്ടർസ്കോർ അല്ലേ? RIZ1 അണ്ടർസ്കോർ ആണ്. അതാളെ കിട്ടി. നമ്മൾ ഇന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാൻ ബദി നോക്കാം. ബാക്കിയുള്ള ചെയ്തേക്കണോ? എഫ്ജനും ഫോളോ ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ കാണിച്ചു കൊടുക്കട്ടെ ചിലപ്പോൾ. സഫാരി കാർ ചെയ്തിട്ടുണ്ട്. പിന്നെ എഫ്ജൻ ചെയ്തിട്ടുണ്ട്. പിന്നെ റമീസ്. അപ്പൊ ഇദ്ദേഹം ക്രൈറ്റീരിയ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 3 ആളെ നമുക്ക് കിട്ടി. നമുക്ക് 3 ആളെ എന്ത് ചെയ്യണം? 3 ആളെ കറക്റ്റ് പേര് ഇതിൽ എഴുതണം. ഇത് 3 ആൾ ഒന്നുമില്ല. കറക്റ്റ് എഴുതിക്കോ. ജുസൈൽ. ഈ പെട്ടിയിലൊന്നുമില്ല. ഇത് കാലാട്ടോ. അതൊക്കെ പെട്ടിക്ക് ഇടുന്നതിന്റെ മുന്നേ 3 എഴുതി. പെട്ടിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടായി കള്ളപ്പോർക്കാട്ടി. അതെ, കള്ളപ്പൊറുക്കല്ലേ? അതെ. അപ്പൊ 2 നമ്മൾ എഴുതി. ഇല്ലല്ല, ഇത് 3 ആള് ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ ടെൻഷൻ പോയി. സൈക്കാ. അപ്പൊ 3 ആളെ നമ്മൾ എടുത്തു. 3 ആളെ കിട്ടി. ഇതാണോ? 3 പേര് ഇതിലിട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ 3 ആളെ നമ്മൾ തെരഞ്ഞെടുത്തല്ലോ. ഒന്ന് തപ്സി അലി. ഇതാണ്. ഇത് ബ്ലാങ്ക് ആണ്. ജസ്റ്റ് മടക്കിയിട്ടാ അല്ലേ? ഒന്നും പാടെ മടക്കാം.
ഞാൻ തുറന്നു നോക്കട്ടോ. ഇങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ അതിട്ടു. അടുത്തത് RXZ റിസ്വാൻ ആ റിസ്വാൻ. അപ്പൊ അതും നമ്മൾ മടക്കി അത് മടക്കി. ഇതാണോ അടുത്ത ആട്ടോ ജുസൈല്. 3 ആള് നമ്മൾ മടക്കി. ഇതിൽ ആർക്കാണ് കിട്ടുക എന്ന് നമുക്ക് ഞാൻ എടുക്കട്ടെ. ഇപ്പൊ അറിയാം. 3 ആള് നമ്മള് ഇതില് 3 എണ്ണം ഉള്ളത്. 3 ആള് നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്. ഇതുണ്ടോ ഒരു മിനിറ്റ് ഇതാണോ ഇതിനൊന്നുമില്ല. ഇനി നമ്മൾ അടക്കാൻ പോകും. ഒരു മിനിറ്റ് അടച്ചു ഇന്നേരം പിടിച്ചോ ഞാൻ കൊടുക്കാം. കുളിച്ചോ. മതി കുലുക്കി. അപ്പൊ ജക്കി മോനാണ് എടുക്കണത് അല്ലേ? ജക്കെ ജങ്ങനെ എടുക്കുക. കണ്ണിമ്പിയാണ്ട് എടുക്കും. കണ്ണെടുത്തോ? കണ്ണിമ്പി കേട്ടോ. എടുത്തോ. കുറച്ചൊന്ന് ലോങ്ങില് എടുക്കണ കണ്ടോ? കാണുന്നുണ്ടല്ലോ അല്ലേ? തുറന്ന് ഞാൻ തരാം. ഒറ്റ ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഒന്ന് മാത്രം. എന്റെ കയ്യിൽ ഒന്നല്ലേ? ഒന്ന് ഞാൻ തുറന്നോക്കാം. ഞാൻ തുറന്നിട്ട് ആയിക്കോട്ടെ. ഫസ്റ്റ് കിട്ടിയ ആളല്ലേ? ജുസൈലിനുള്ള ആൾക്കാണ് സമ്മാനം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ജുസൈലിനെ ഒന്ന് പെട്ടെന്ന് ഇൻഫോം ചെയ്യും. ജുസൈലിനെ ഒന്ന് മെസ്സേജ് ആക്കി. അപ്പൊ കൺഗ്രാചുലേഷൻ ജുസൈലിനാണ് നമ്മുടെ. അതെ, പെട്ടെന്ന് ലൈവിൽ ഉണ്ടാവും എന്തായാലും ആള്. പെട്ടെന്ന് മെസ്സേജ് അയച്ചോളി. നിങ്ങൾക്കാണ് നമ്മുടെ ബെൻസ് കാർ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് ബെൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ചോദിക്കാം അല്ലേ? ജുസൈല് ഓന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ ഒന്ന് കോളം ചെയ്തല്ലേ? അല്ല ഇതിന്ന് ചെയ്യാം. ജുസൈൽ ഗിവന്റെ മാസ്റ്റർ വിളിക്കുന്നുണ്ട്. ഞാൻ 1-2 സംശയം ചോദിക്കാൻ വിളിച്ചു. ജോജി ബ്രോ ആണ്. ജോജി ബ്രോ ലൈവിലാണ്. ഇപ്പൊ വിളിക്കാം. നിങ്ങൾ എവിടെ? തിരക്കിലാ? ഇപ്പൊ വിളിക്കാം. വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ പറഞ്ഞിട്ട് ഇവിടെ വെക്കട്ടെ. അയാളെന്താ പറയുന്നത്? ഇങ്ങനെ സ്പീക്കർ ഇട്ട് ഇങ്ങനെ ഇട്ട് വെക്കട്ടോ. എവിടെയാണ് ജുസൈൽ? ഇൻസ്റ്റാഗ്രാമിന്റെ ഫോട്ടോ ഉണ്ട്. അപ്പോഴേ മൂപ്പരെ വിളിക്കാൻ പറ്റുള്ളൂ. JUSAIL 3 ഇതല്ലേ? ഇതന്നല്ലേ? സെറ്റല്ലേ? എന്നാ ഒന്ന് കോൾ ചെയ്ത് നോക്കല്ലേ? ഇതിലൂടെ കോൾ ചെയ്ത് മെസ്സേജ് പോയിട്ട് കോൾ വീഡിയോ ഒക്കെ സ്വിച്ച് ചെയ്യാം. പെർമിഷൻ സെറ്റിംഗ്സ് എടുക്കും. പെർമിഷൻ കിട്ടിയില്ല. മേലെ തന്നെ പെർമിഷൻ. ക്യാമറ അങ്ങോട്ട് മെസ്സേജ് അയച്ചിരുന്നല്ലേ? ജുസൈൽ ബ്രോ കാണില്ലേ? നിങ്ങള് പിന്നെ ക്യാമറ ഓൺ ആക്കി. നിങ്ങളെ വീഡിയോ എന്നാ വിളിക്കും. പെട്ടെന്ന് വിളിക്കും. ഓല് ടീമായിട്ട് ഇട്ടോന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇട്ടോന്നുണ്ട്. ജുസൈൽ ബ്രോ ലൈവ് കണ്ടീനോ? അത് ശരി. ഓരോരോ ടീം തന്നെ ഉണ്ട് കേട്ടോ. കൺഗ്രാചുലേഷൻ. നിങ്ങളെ വീട് എവിടെ? വണ്ടൂരോ? ഇവിടെ അടുത്താണല്ലോ. ലൈവ് കണ്ടീനല്ലേ? ജുസൈൽ എന്താ ചെയ്യണേ? എവിടെ? അപ്പൊ നിങ്ങക്ക് ബെൻസ് കിട്ടിയാണ്. ബെൻസോ വേണ്ടേ പൈസ വേണ്ടേ? ആയിക്കോട്ടെ. എന്താണെങ്കിലും നമ്മള് റെഡി ആട്ടോ. നമുക്ക് അടിപൊളിയാക്കാം. 3-ാം തീയതി ഇവരെ ഇനാഗ്രേഷന്, നമ്മളെ FJ ഡിജിറ്റലിന്റെ ഇനാഗ്രേഷന് അവിടെ വെച്ചിട്ടാണ് കൈമാറുക. അപ്പൊ കോഴിക്കോട് വരണം.
ഫസ്റ്റ് കാക്കൂന് തന്നെയാണ് കിട്ടിയതും എടുത്തപ്പോഴും കാക്കൂന് തന്നെ കിട്ടിയത്. അത് കേട്ടോ സഖി എടുത്തിക്കണേ. ആ ഫസ്റ്റ് എഴുതിയപ്പോ കാക്കൂന കിട്ടിയത്, പിന്നെ എടുത്തപ്പോഴും കാക്കൂന കിട്ടിയത്. അപ്പൊ നിങ്ങളെ ചങ്കളൊക്കെ കൂട്ടിയിട്ട് അന്ന് വരി, കോഴിക്കോട് വരി കേട്ടോ. അപ്പൊ ചങ്കളൊക്കെ കൂട്ടിയിട്ട് വരി. ശരി. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ നമ്പർ അയച്ചുതരാം, എന്റെ പേഴ്സണൽ നമ്പർ അയച്ചുതരാം, അതിൽ കോണ്ടാക്ട് ചെയ്യും. ഓക്കെ. ആ നമ്പർ ആർക്കും കൊടുക്കരുത്. ഓക്കെ. അപ്പൊ അതെ, അപ്പൊ ഫസ്റ്റത്തെ ആളെ കിട്ടി. ഇനി മറ്റേ 2 ആൾക്കാരുണ്ട്. ഈ 2 ആൾക്കാർക്കും വിഷമിക്കണ്ട, കാരണം നമ്മള് 3 ആളെ തെരഞ്ഞെടുത്തു. അപ്പൊ ഇനിയേ നമ്മൾ 3 കമന്റ് ബോക്സ് ഓരോരുത്തരും എടുത്തല്ലോ. എവിടെ ഫാസിൽ ബ്രോ എവിടെ? ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക തീരുമാനമായിരുന്നു. അതായത് ഇനി ഒന്ന് വേണം ഇങ്ങോട്ട് നമുക്ക് വേദി എല്ലാവരും ഇവിടെ ഒരുപാട് ടീമുണ്ട്. നമ്മളെ ചങ്കാളൊക്കെ എത്തിയിട്ടുണ്ട്. ഷാജിക്കുണ്ട്, സാഫിണ്ട്. എവിടെ എല്ലാരും? അല്ല, വേറെ കാര്യണ്ട്. ഇവിടെ 2 പാത്രം ഉണ്ടായിരുന്നല്ലോ. അതാരുടെ കാലേക്ക് ഇത് കണ്ടോ? ഞാൻ ഗിവ് അവേ ഒക്കെ കഴിഞ്ഞിട്ടേ മിസ്റ്റേക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചതാ. ഒക്കെ തീർത്തല്ലേ? നമ്മളെ ചങ്കളൊന്ന് കയറിയതാണ്. അതായത് വരി. അപ്പൊ അതായത് നമ്മൾ കമന്റ് ബോക്സിൽ നിന്ന് 3 ആളെ തെരഞ്ഞെടുത്തു. അതിൽ നിന്ന് ഒരാൾക്ക് നമ്മൾ ബെൻസ് സമ്മാനം കൊടുക്കുമ്പോ ബാക്കി 2 ആൾക്ക് സങ്കടം വരും. അപ്പോ എഫ്ജന്റെ ഒരു പ്രത്യേക ഒരു ഓഫറാണ്. ഈ 2 ആൾക്കും നമ്മളൊരു സമ്മാനം. എന്താ സമ്മാനം കൊടുക്കണേ? ഒരു ഐഫോൺ കൊടുക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ വരണം അല്ലെ? ഉദ്ഘാടനത്തിന് നിങ്ങൾ വരി. അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു ഐഫോണ് നിങ്ങളെ കാത്തിരിക്കും. ആ ഗിഫ്റ്റ് ബോക്സും കൊടുക്കേണ്ടി ആയിക്കോട്ടെ, അത് കൊടുക്കാം നമുക്ക് അല്ലെ? അവിടെ വെച്ചിട്ട് കൈമാറാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ സർപ്രൈസ് ആയിട്ട് തന്നെ നിങ്ങളോട് പറയാന്ന് കരുതി. ഇത് വേണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പറയുന്നു. എന്ത് 3 ആൾക്കും സമ്മാനം ഉണ്ട് എന്നൊക്കെ. ഇത് നമ്മള് ലാസ്റ്റിലെ. അപ്പൊ തീർച്ചയായിട്ടും പറഞ്ഞു. അതേപോലെ എന്താണ് ഞാൻ അടുത്ത ഗിവ് വരുന്നത്? അധികം വൈകാതെ ഉണ്ട്. ഇപ്പൊ പറയണ്ടല്ലേ? ഞെട്ടിച്ചിട്ടുള്ള സർപ്രൈസ് സംഭവം വരുന്നുണ്ട്. അതായത് എഫ്ജന്റെ പ്രത്യേകിച്ച് വരുന്നുണ്ട്. സഫാരി കാർസിന്റെ ഒരു അടിപൊളി ഗിവ് അവേ വരുന്നുണ്ട്. അതോടൊപ്പം വലിയൊരു അനൗൺസ്മെന്റ് നമ്മൾ നടത്താനും ഉണ്ട് അല്ലെ? അപ്പൊ അത് നടത്തുന്നതോടൊപ്പം സഫാരി കാർസിന്റെ ഒരു അടിപൊളി ഗിവ് അവേ ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. എഫ്ജന്റെ അധികം വൈകാതെ ഇനിയിപ്പോ ഇവര് ഇനാഗ്രേഷൻ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് അല്ലെ? ഇവരെന്നെ ഇപ്പൊ വ്ളോഗറൊക്കെ അയക്കുന്നുണ്ട്. അതെ. അപ്പൊ ഇവരെ പേജിൽ നോക്കിയാൽ കാണാം, ഫോണിന്റെ വീഡിയോസ് കാണാം. നല്ല ഓഫറിലുള്ള വീഡിയോസ് ഉണ്ട് അല്ലെ? സാധനങ്ങളൊക്കെ ഉണ്ട്. വാറന്റി ഗ്യാരണ്ടി അതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ഈ ഗിവ് അവേയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊന്നും വിഷമിക്കേണ്ട. പുതിയ സംഭവങ്ങൾ വരും അല്ലെ? അതെ. എല്ലാവരും സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദി. നിങ്ങൾക്ക് തരാൻ പറ്റുന്ന എന്താണ്? നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്ത് നമ്മളെ കൂടെ കൂടുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാം അല്ലെ? അത് നമ്മൾ ചെയ്യേണ്ട. അതേപോലെ ഇവരും ചെയ്യും. ഇവരത്തിൽ നല്ല ഓഫറിലുള്ള ഫോണുകൾ കിട്ടും. അതേപോലെ തന്നെ ഗിവ് അവേസും വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സമ്മാന പദ്ധതികളൊക്കെ വരും. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സ് ഒന്ന് വായിച്ചിട്ടേ നമുക്കൊന്ന് നോക്കാം. ബാക്കി 2 പേര് ആരാണ്? 2 പേര് ഫുള്ള് ലൈവിൽ എല്ലാവരും എടുത്തപ്പോൾ വ്യക്തമായിട്ട് നമ്മൾ ലൈവിൽ കാണിച്ചിട്ടുണ്ട്. ആ 2 പേരെ പേര് തകണു. ഒന്ന് തബ്സീജലി, ഒന്ന് RX Z1 അല്ലേ? അപ്പൊ അവർക്ക് പ്രോത്സാഹന സമ്മാനം ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ കുറെ ആൾക്കാർ ഷെയർ, ആ പ്രതീക്ഷയും പോയി. എല്ലാവരും സങ്കടപ്പെടലി. നമുക്ക് അടുത്ത സംഭവമായിട്ട് വരാം അല്ലേ? അതെ. അപ്പൊ തീർച്ചയായിട്ടേ ഇതിലും വലുത് നമുക്ക് പ്ലാൻ ചെയ്യാൻ. അതല്ല, ഇത് ഷെയർ ചെയ്തിട്ടില്ലേന്ന് ചോദിക്കുന്നുണ്ട്. 3 പേർക്ക് ഷെയർ ചെയ്തോന്ന് നോക്കുക, റൂൾസ് നോക്കൂ. അത് നമുക്കേ ഈ ഗിവ് അവേ കിട്ടിയാലോട് സ്ക്രീൻഷോട്ട് ഇപ്പൊ തന്നെ വാങ്ങാം. ഒരു മിനിറ്റ് ഒന്ന് കട്ട് ചെയ്യണ്ട, ലൈവ് കട്ട് ചെയ്യണ്ട. അയാളെപ്പോ തന്നെ വിളിക്ക്. എന്റെ ഫോൺ എടുക്കുക. അതിപ്പോ തന്നെ ക്ലിയർ ചെയ്യാം. ഏതായാലേ ബെൻസ് ഇട്ടാളോട് തന്നെ ചോദിക്കാം. മറ്റൊരു പിന്നെ പ്രശ്നമല്ലേ? ഇത് ജുസൈലല്ലേ? അതിപ്പോ ക്ലിയർ ചെയ്യും. അങ്ങനെ അതെന്തായാലും ചെയ്യും. ഇത് ഇത്രയും ക്ലിയർലി ചെയ്ത ആള് പിന്നെ അതായിട്ട് മിസ്സാക്കൂല. അത് നമുക്ക് കമന്റ് പിക്കറിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. 3 ആളെ സെർച്ച് ചെയ്ത് കൊടുക്കുന്ന നമുക്ക്
ജുസേൽ ബ്രോ, നിങ്ങൾ വീഡിയോ 3 ആൾക്ക് ഷെയർ ചെയ്തല്ലേ? ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കിട്ടോ. ആ സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുക്കാനാണ്. ആ ഡേറ്റ് ഒക്കെ അതിൽ വേണം. ആ ഇപ്പൊ അതിലുണ്ടെങ്കിൽ നമ്മളെ അക്കൗണ്ടിൽ ഒന്ന് ഷെയർ ചെയ്യും. ജസ്റ്റ് ഇപ്പൊ തന്നെ ഒന്ന് ഷെയർ ചെയ്യും. ആ ഓക്കെ ഓക്കെ. അത് വളരെ ക്ലിയർ ആണ്. 3 ആൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ട് ഇപ്പൊ വരും. അതെന്താ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ആളെ മിസ്സാക്കൂല. പിന്നെ കമന്റ് പിക്കറിൽ 3 ആളെ ഷെയർ ചെയ്തിക്കണമെന്ന് കൊടുക്കാല്ലേ ഓപ്ഷൻ അതിലില്ല. അപ്പൊ അത് നമ്മൾ വെരിഫൈ ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും പറഞ്ഞ് തെരഞ്ഞെടുക്കും അല്ലേ? അതിലൊന്നും ഒരു മാറ്റം ഉണ്ടല്ലോ, ഒരു സംശയം ഉണ്ടല്ലോ, കോംപ്രമൈസ് ഇല്ല. കാരണം മൂപ്പര് ആ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. 3 ആൾക്ക് ഷെയർ ചെയ്തത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാരോടും ഒരിക്കൽ കൂടി ഒക്കെ ചെക്ക് ചെയ്യും. നിങ്ങളൊരു സംശയം വേണ്ട. ഈ 3 ആൾക്ക് മൂപ്പര് ഷെയർ ചെയ്ത് കൊടുത്തത് ആരാന്ന് അറിയും. ആ 3 ആളെ പേജ് പോയ ആ ടൈം അതിലുണ്ടാവും അല്ലേ? നിങ്ങൾ ഒരു സംശയം വേണ്ട. ഇല്ലാന്നുണ്ടെങ്കിൽ പടച്ച നമ്മള് ഒരിക്കലും വിടൂല. നമ്മളെ എന്ത് ചെയ്യും, രണ്ടാമത് തെരഞ്ഞെടുക്കും. അതിൽ നിങ്ങളൊന്നും സംശയം വിടണ്ട. ലൈവ് കട്ട് ചെയ്യണ്ട. ആ സ്ക്രീൻഷോട്ട് വരും. അപ്പൊ 3 ആർക്കാ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡേറ്റ് അതിലുണ്ടാവുമല്ലോ. ആ 3 മെസ്സേജ് ഇപ്പൊ വരും. ജുസേൽ ബ്രോ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആക്കി. ആ 3 ആൾക്ക് ഷെയർ ചെയ്തത് 3 പേജിൽ നിന്ന് പോയതുണ്ടാവും. ആ പോയില് ആ ടൈമിലുണ്ടാവും. അതിലൊന്നും നിങ്ങളൊരു സംശയവും കരുതണ്ട. അതൊക്കെ നമ്മൾ അതിന് വൃത്തിക്ക് ചെയ്യും. അപ്പോ ഒരുപാട് സന്തോഷം, അതിലുപരി ഒരുപാട് സമാധാനം. ഒരു വലിയൊരു ടെൻഷൻ തലേന്ന് പോയ പോലെ. കാരണം ഇത് ചെയ്യാൻ പറയലും ഗിവ് കൊടുക്കലും ഒന്നല്ല. ഇത് തെരഞ്ഞെടുത്ത് അതതിന് ഇനി ആരെന്തന്നെ പറഞ്ഞാലും നമുക്ക് പ്രശ്നമല്ല. കാരണം നേരെ നോക്കുന്ന ആളെ എത്തിക്കില്ല. സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെ അതിലാറെ ടെൻഷൻ അറിയുന്നവർക്ക് കിട്ടുന്നത്. ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇത് ഗിവ് കിട്ടിയ ഞാൻ തരൂലെന്നും എടുത്തു, ഞാൻ തരൂലെന്നും ഓല അണ്ടിരുന്ന് വാങ്ങുന്നു എടുത്തു. ദാസി ഇവിടെ ഉണ്ട്, സാജിക്ക് ഇവിടെ ഉണ്ട്. കുറെ ആൾക്കാർ നമ്മൾ അറിയുന്ന ആൾക്കാർക്ക്. ആസിയേ ഇപ്പൊ ആ ടെൻഷനും പോയില്ലേ? ആ അതായത് നമ്മുടെ ആൾക്കാരിലുണ്ട്. അല്ല ബാബുരെന്ന് വിളിച്ചാറ കൊളംബിയനെ നമ്മൾ നാട്ടിലൊരുത്തണ്ട്. നിന്നെ കണ്ട പറിച്ച് കിട്ടിയ അതാണ് നമ്മളെ ചങ്കൂല്ലേ. കിട്ടിയാ കൊടുക്കാതിരിക്കാനും പറ്റൂല. ആൾക്കാർ പറയും അടുത്ത ആൾക്കാർക്ക് കൊടുത്തോന്നു. അപ്പൊ അത് വലിയ ടെൻഷനായിരുന്നു. അപ്പൊ ഏതായാലും കിട്ടിയ ആൾക്കാർ നമ്മള് ഇതുവരെ നേരിട്ട് കാണാത്ത ആൾക്കാർക്ക് തന്നെയാണ്. അപ്പൊ ഓലെ സ്ക്രീൻഷോട്ടുമാരൊന്ന് വന്നാലേ നമുക്ക് ഈ ലൈവ് പിന്നെ കളയാതെ ഷെയർ ചെയ്യണം. അതെങ്ങനെ വെച്ചൊന്നും ചെയ്യും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിക്കോട്ടെ, എല്ലാരും കണ്ടോട്ടെ. കുറെ ആൾക്കാരോട് അത് നമുക്കേ ഏതേ ഫോൺ നമ്പർ കൊടുത്താലും മതിയല്ലോ. അതാ 3 സ്ക്രീൻഷോട്ടുകൾ വന്നിട്ടുണ്ട്. അതാണ് നമ്മളെ പിന്നെ ബാക്ക് ക്യാമറ ആക്ക് ഓരോന്ന് ഓപ്പൺ ആക്കാം. 5:47 PM 5:47 PM ഷെയർ ചെയ്തതാണ് അല്ലേ? ഇത് രണ്ടും. പിന്നെ അടുത്തതുണ്ട്, താഴെ ഒന്നുണ്ട്. ഇത് ടൈം ഇതില്ലേ? ഒരു മിനിറ്റ്, ഇപ്പൊ സ്ക്രീൻഷോട്ടിന്റെ ടൈമാണ്. ഇത് 5:47 ഷെയർ ചെയ്താണ് ഈ 2 എണ്ണം അല്ലേ? പിന്നെ ഇതിന്റെ അടിയത്തത് 5:47 തന്നെയാണ് ഇതും ചെയ്തത്. അപ്പൊ ഇത് 1, ഇത് 2, ഇതാ ചോപ്പ് കോട്ട് 1. അപ്പൊ 3 വീഡിയോ ഷെയർ ചെയ്തേക്കണ്. 3 ആൾക്കും ഷെയർ ചെയ്തേക്കണ്. ഇതിന്റെ ടൈം കാണിക്കണേ ഒരു ഭാഗം പാടെ ഷെയർ ചെയ്താൽ മതി. നോക്കാണ്. ഇതാർക്കാ ഷെയർ ചെയ്തേക്കണേ? ഇത് ബിഷ്റു പറഞ്ഞ ആൾക്ക് ഷെയർ ചെയ്തേക്കണം. ബിഷ്റു അപ്പൊ ഒരു അതെ ബിഷ്റുവിന് ഷെയർ ചെയ്തേക്കണ്. 3 വീഡിയോ അയച്ചിട്ടുണ്ട്. 3 വീഡിയോ ബിഷ്റുവിനും ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് അസ്കർ എന്ന ആൾക്കാണ് ഷെയർ ചെയ്തേക്കുന്നത്. അത് 5:47 തന്നെ. 2 ആൾക്ക് ഷെയർ ചെയ്തു. ഇത് 3 ആൾക്ക് ഷെയർ ചെയ്തു. ഫിലിംസ് ഓഫ് സവാദ എന്ന വേറൊരു അക്കൗണ്ടിലാണ് ഷെയർ ചെയ്തത്. 5:47 ഷെയർ ചെയ്തത്. 3 ആൾക്കും 3 വീഡിയോ എല്ലാ വീഡിയോ ഷെയർ ചെയ്തേക്കണം. അത് കറക്റ്റ് ആണ്. അപ്പൊ എല്ലാവരോടും അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്.
അതിന്റെ ടൈമും സ്ക്രീൻഷോട്ടൊക്കെ വലുത്തുണ്ട്. അപ്പൊ ഇത് വൃത്തിക്ക് അവസാനിച്ചിട്ടുണ്ട്. അല്ല ഇത് നമ്മളെത്തുണ്ട്. ഞാൻ ആർക്കും സംശയം ഇത് കറക്റ്റ് ഡീറ്റെയിൽ എടുത്ത് പിൻ അല്ല. ഞാൻ ഇത് ഇനി വേറെ കാര്യമുണ്ട്. ഇത് 3 ഞാൻ സ്ക്രീൻഷോട്ട് ഇല്ലേ പ്രിന്റ് എടുക്കും, ഇത് അഗ്രിമെന്റ് ചെയ്തു, ഓലെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കും, എന്നിട്ട് റെക്കോർഡ് ചെയ്ത് ഫയലാക്കി അവിടെ വെക്കും. ഇവിടെ ആരെങ്കിലും വണ്ടി വാങ്ങാൻ വരുമ്പോഴേ നിങ്ങളെ ഗിവ് അവേയില് സംശയം ഉണ്ട് അറിയുമ്പോ ഈ ഫയൽ ഷോപ്പിൽ ഒരു സ്പേസിൽ ഫ്രെയിം ഒരു സംശയം വേണ്ട, എല്ലാം വൃത്തിക്ക് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാക്കി 2 ആൾക്കില്ലേ പ്രോത്സാഹന സമ്മാനമുണ്ട്. നല്ല ഐഫോൺ തന്നെ കൊടുക്കാന്ന് നമ്മള് FJ ഡിജിറ്റലിന്റെ ഓണർമാര് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ചെറിയൊരു ഫോൺ, ഒരു കാറ് കിട്ടിയ ഇതുണ്ടാവില്ല, പക്ഷെ അതിലൊരു ചെറിയ സമ്മാനല്ല. ഐഫോൺ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ അല്ല, അതല്ല, ഒരു കാറ് കിട്ടുന്നിടത്തുനിന്നാണല്ലോ സ്കിപ്പാണ്. അപ്പം പിന്നെ പറ്റുന്ന ഒരു സന്തോഷം. തീർച്ചയായിട്ടും അതെ. അപ്പൊ പങ്കെടുത്ത എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കണു. ഒരുപാട് സന്തോഷം, ഒരുപാട് ആശ്വാസം അല്ലെ, സമാധാനമായി, ടെൻഷൻ ഇല്ലാതെ അവസാനിച്ചു. അപ്പോ ഇനിയും വൈകാതെ വരും, കിട്ടാൻ ആരും സങ്കടപ്പെടരുത് അല്ലെ. അത് അവനുള്ളതാണ് തീർച്ചയായിട്ടും. നിനക്കുള്ളതാണെങ്കിൽ നിനക്ക് വന്നു കയറിയ തന്നെ ചെയ്യും, ഇല്ലെങ്കിൽ നിന്റെ 2 ചുണ്ടിന്റെ ഇടയിൽ നിന്നാണെങ്കിലും നഷ്ടപ്പെടും. നഷ്ടപ്പെട്ടതൊന്നും നമുക്കുള്ളതല്ല, നമുക്കുള്ളതൊന്നും നഷ്ടപ്പെടില്ല. അപ്പൊ അത് മാത്രം കരുതിക്കോളൂ. എല്ലാം നല്ലതിനേക്കാരം. തീർച്ചയായിട്ടും ആരും ടെൻഷൻ ആവരുത്, സങ്കടപ്പെടരുത്. ഞങ്ങൾ വീണ്ടും വരും. ഞങ്ങൾ വെറുതെ ഒന്നും പറയില്ല, പറഞ്ഞ നമ്മള് കറക്റ്റ് ചെയ്യലുണ്ട്. അപ്പൊ വരും എന്ന് പറഞ്ഞ ഞങ്ങളോട് നിങ്ങൾക്കൊരു പ്രതീക്ഷ ഒന്നും പോവല്ല. വരും എന്ന് പറഞ്ഞാ നമ്മൾ വന്നിരിക്കും. നമ്മൾ ഓപ്പണിംഗ് കഴിയുന്നതോടുകൂടി നിങ്ങൾ ഒന്നും കൂടി ഞെട്ടും. അപ്പൊ അത് വരും പറഞ്ഞാ അത് വരും. അതായത് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ പറയലുള്ളൂ, പറഞ്ഞത് നമ്മള് ചെയ്യലുള്ളൂ. ഇതുമാടെ പറഞ്ഞിട്ട് നിർത്തുന്നു. എല്ലാവരോടും നന്ദി. താങ്ക് യു. എല്ലാവരും ടാറ്റ കൊടുക്കി. ഞാനപ്പെടാത്ത ഇവിടെ ആശേ ഇവിടെ നമ്മളെ കസ്റ്റമർ ഉണ്ട് കേട്ടോ അവിടെ. ഇവരെ ഇന്നൊരു കറക്റ്റ ഡെലിവറി എടുത്തിട്ട് ഇവിടെ നിൽക്കാണ്. ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഡെലിവറി വീഡിയോ ഒക്കെ കഴിഞ്ഞ് നിന്നതാണ്. അപ്പൊ എന്താ ഈ ലൈവ് കണ്ട് പോവായിരുന്നില്ലേ? അപ്പൊ മുപ്പര് പറഞ്ഞു വണ്ടി വാങ്ങാൻ വന്നപ്പോഴേ ഇതില് പങ്കെടുത്തിങ്ങനെ കിട്ടിയാൽ പിന്നെ ബെൻസേറ്റ് പോവാലോ. കാര്യത്തില് ഓലൊരു കറക്റ്റ് എടുത്ത് നിൽക്കാണ്. അഥവാ ബെൻസെങ്ങാനും കിട്ടിയ അതേറ്റ് പോവാന്ന് ശരി. അപ്പൊ സന്തോഷം. അപ്പൊ ടാറ്റ. ഇതെങ്ങനെ ഷെയർ ചെയ്യല്? മറ്റേ ഇത് കളയാൻ പറ്റില്ല ലൈവ്.